ശ്രീ PDT ആചാരി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് ജനപ്രതിനിധിയാണ് അദ്ദേഹം, മുൻ മന്ത്രിയാണ്. വർഷങ്ങൾ നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് ഇന്ന് ഒരു വിധി വരുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രഭാവി എന്തായിരിക്കുമെന്നുള്ള കാര്യമൊക്കെ അവിടെ മാറ്റിവെച്ചാൽ ഇത് ഒരു ജനപ്രതിനിധിക്ക് ഇത്തരത്തിലുള്ള ഒരു കേസ് എത്രത്തോളം നീട്ടിക്കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ആന്റണി രാജു ഉൾപ്പെട്ട ഈ കേസ് സൂചിപ്പിക്കുന്നത്. താങ്കളുടെ നിരീക്ഷണം എങ്ങനെയാണ്? അല്ല, അതിപ്പോ നീട്ടിക്കൊണ്ടുപോയി എന്നുള്ളതിനെ കുറിച്ച് ഞാൻ അഭിപ്രായമൊന്നും പറയുന്നില്ല. പക്ഷെ ഇപ്പോ കോടതി അത് അദ്ദേഹത്തിനെ കുറ്റക്കാരനാണെന്ന് വിധിക്കുകയും ശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രസക്തമായ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുന്നു അസംബ്ലി മെമ്പറാണല്ലോ, അപ്പൊ അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പിന് എന്ത് സംഭവിക്കുന്നു, എങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പൊ പ്രസക്തമായൊരു സംഗതി. അതില് നിയമം അനുസരിച്ച് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് അതിന്റെ 8ാമത്തെ വകുപ്പ് അനുസരിച്ച് ഈ ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹം അയോഗ്യനായി എന്നുള്ളതാണ്. അത് ഈ ലില്ലി തോമസിന്റെ കേസിൽ സുപ്രീം കോടതി കൊടുത്ത ഒരു വിധി ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണത്. അതിനു മുമ്പ് വാസ്തവത്തില് ഇപ്പൊ ഒരു സിറ്റിംഗ് മെമ്പർ, അത് MLA ആയാലും MP ആയാലും ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ടാൽ പെട്ടെന്ന് അയോഗ്യനാവില്ലായിരുന്നു. അതായത് അദ്ദേഹത്തിന് ഉടൻ തന്നെ അപ്പീൽ കൊടുക്കാനാണ് 30 ദിവസത്തെ അവധി മറ്റോ ഉണ്ടായിരുന്നു. അപ്പൊ അത് ആ സമയത്തിനുള്ളിൽ അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അപ്പീൽ ഡിസ്പോസ് ഓഫ് ചെയ്യുന്നത് വരെ അയോഗ്യന അല്ല, അദ്ദേഹത്തിന് MLA ആയിട്ടോ MP ആയിട്ടോ തുടരാം. അങ്ങനെയായിരുന്നു ആ ഒരു നിയമത്തിലുള്ള വ്യവസ്ഥ. പക്ഷെ അത് ഭരണഘടനയ്ക്കെതിരാണ് ആ ഒരു വ്യവസ്ഥ എന്ന് പറഞ്ഞിട്ടാണ് സുപ്രീം കോടതി ലില്ലി തോമസിന്റെ കേസിൽ ഒരു വിധിന്യായം തന്നത്. അപ്പൊ അതില് പറയുന്നത് ഈ ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹം അയോഗ്യനായി എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അദ്ദേഹം അയോഗ്യനായി എന്നുള്ളതാണ്. ഇനിയിപ്പോ അദ്ദേഹത്തിന് ഓഫ് കോഴ്സ് അപ്പീലിന് പോകാം. പക്ഷെ അപ്പീൽ കോർട്ട് 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഈ ശിക്ഷ, അതായത് സെന്റൻസ് സസ്പെൻഡ് ചെയ്യണം, സ്റ്റേ ചെയ്യണം. അതിന്റെ കൂടെ കൺവിക്ഷനും സ്റ്റേ ചെയ്യണമെന്നാണ്. കൺവിക്ഷൻ, അതായത് ശിക്ഷ വിധിക്കുക, ഒരാള് കുറ്റക്കാരനാണെന്ന് കോടതി ആ നിഗമനത്തിലെത്തുന്നത്, അതാണ് കൺവിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും സസ്പെൻഡ് ചെയ്യണം കോടതി. ചില സന്ദർഭത്തിൽ ചില കേസുകളിൽ കോടതി ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യാറില്ല, ശിക്ഷ മാത്രം ഇളവ് ചെയ്യും. അപ്പൊ നേരം പിന്നെ കോടതി ജയിലിൽ പോകണ്ട എന്നുള്ളത് കാര്യം മാത്രം. പക്ഷെ അപ്പോഴും അസംബ്ലിയിൽ മെമ്പറായിട്ട് തുടരാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഇത് രണ്ടും കൂടെ ചെയ്തെങ്കിൽ അസംബ്ലിയിൽ മെമ്പർ ആവത്തില്ല, മെമ്പറായി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഇത് രണ്ടും കൂടെ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് അസംബ്ലിയിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നത്. അതായത് ഈ പുതിയ നിയമപ്രകാരമാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഈ ശിക്ഷ വിധി വന്നതിന് പിന്നാലെ തന്നെ അദ്ദേഹം നിലവിൽ അയോഗ്യനാണ്. അതെ, ഇപ്പൊ അസംബ്ലി മെമ്പർ അല്ലാതായി തീർന്നിരിക്കുന്നു ഈ ശിക്ഷ വിധിച്ച സമയം മുതൽ. ഇനി അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയുക മേൽക്കോടതിയെ സമീപിച്ച് വിധിയിൽ ഒരു മാറ്റം വരികയാണെങ്കിൽ മാത്രമല്ലേ? അത് മാത്രം. അത് രണ്ടും സസ്പെൻഡ് ചെയ്യണം, സ്റ്റേ ചെയ്യണം. അതായത് സെന്റൻസ് ആൻഡ് കൺവിക്ഷൻ, ഇത് രണ്ടും സ്റ്റേ ചെയ്തെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ. ശരി, വളരെയധികം നന്ദി ശ്രീ PDT ആചാരി. വിഷയത്തിൽ പ്രതികരിച്ചതിന് ലോക്സഭാ മുൻ സെക്രട്ടറി ജനറലാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത്.